ഇന്ന് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുന്നു. പുതിയതായി ഈ ചാനൽ കാണുന്ന ആളുകളും നേരത്തെ ഉള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം. സാധാരണ ആദ്യം ഞാനിത് പറയാറില്ല, പക്ഷെ പലരും അത് ചെയ്യാറില്ല എന്നുള്ളത് കൊണ്ട് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ലൈക്ക് ചെയ്താൽ സന്തോഷം, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്താൽ അതിനേക്കാളും സന്തോഷം. ഇപ്പോൾ ഇന്ന് ഈ അനധികൃത കെട്ടിടങ്ങൾ, നിങ്ങൾ വീടുകൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ പെർമിറ്റ് ഇല്ലാതെ വീട് പണിത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടീസ് വരാം. ഇങ്ങനെ നോട്ടീസ് വരുമ്പോഴുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് വലിയ പ്രശ്നമായി മാറിയേക്കാം. അതുകൊണ്ട് നോട്ടീസ് കിട്ടുന്നത് വരെയുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളോട് സൂചിപ്പിക്കുന്നത് ആദ്യം. അതിനുശേഷം നോട്ടീസ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഓർമ്മിപ്പിക്കുന്നു. ആദ്യം എന്താണ് ഈ അൺഓതറൈസ്ഡ് ബിൽഡിംഗ് അല്ലെങ്കിൽ അൺലാഫുൾ ബിൽഡിംഗ്? മലയാളത്തിൽ അനധികൃത കെട്ടിടം എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ നിങ്ങൾക്ക് പാസ്സാക്കി തന്ന പെർമിറ്റിനും പ്ലാനിനും വിരുദ്ധമായി നിങ്ങൾ കെട്ടിടം പണിയുകയാണെങ്കിൽ, അത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, ഇല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്കെതിരെ പരാതി കൊടുത്താൽ, നമ്മുടെ നാട്ടിൽ ഏറ്റവും വലുത് അതാണ്. നിരവധി കേസുകൾ ഞങ്ങളുടെ അടുക്കൽ വരുന്നതൊക്കെ ഈ പരാതിക്കാരുടെ പ്രശ്നമാണ്. പരാതി കൊടുക്കും. തൊട്ടടുത്ത് ആരെങ്കിലും ഒരു വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അയൽക്കാരെ നോക്കിയിരിക്കുകയാണ്. അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അയാളാണ് ഉദ്യോഗസ്ഥരെക്കാളും കൂടുതലായി ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് ഉമക്കത്ത് എഴുതി അയക്കുകയും ചെയ്യും. ചിലപ്പോൾ പേര് വെച്ച് തന്നെ എഴുതി അയക്കും. ഇങ്ങനെ കത്ത് അവിടെ പോവുകയും കത്ത് നമ്പരിടുകയും ഫയലാവുകയും ചെയ്താൽ പിന്നെ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അത് അൺഓതറൈസ്ഡ് ബിൽഡിംഗ് ആയിട്ട് തന്നെ പോകും. പലരും അത് കോംപ്രമൈസിന് വേണ്ടി ഈ പരാതിക്കാരനെ സമീപിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ പറയാം. അതും നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇങ്ങനെ ഈ പെർമിറ്റിൽ നിന്നും വ്യത്യാസം വരുത്തി നിങ്ങൾ പണിയുകയാണെങ്കിൽ, കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പണിയുകയാണെങ്കിൽ, പെർമിറ്റും പ്ലാനും പാസ്സാക്കാതെ നിങ്ങൾ സ്വന്തം നിലയിൽ അനധികൃതമായി പണിയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് ഒരു PO ആണ്, പ്രൊവിഷണൽ ഓർഡർ, ഒരു താൽക്കാലിക ഉത്തരവ്. ആ ഉത്തരവിനകത്ത് നിങ്ങൾ എന്താണ് അവിടെ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണ് അതിൽ വീഴ്ച വന്നിട്ടുള്ളത് എന്ന് കൃത്യമായും വിശദമായും ആ നോട്ടീസിൽ എഴുതിയിരിക്കണം എന്നുള്ളതാണ് കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ പറയുന്നത്. അത് KMBR ആയാലും, കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് ആയാലും, KPBR കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് ആയാലും, അതിൽ രണ്ടിലും പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. ഇങ്ങനെ ഒരു അനധികൃത നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ സെക്രട്ടറി സ്ഥല പരിശോധന നടത്തണം. സെക്രട്ടറിക്ക് ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനോ അവിടെ സ്ഥല പരിശോധന നടത്താം. സൈറ്റ് പരിശോധന, സൈറ്റ് ഇൻസ്പെക്ഷൻ എന്ന് പറയും. പരിശോധന നടത്തിയിട്ട് ഈ നേരത്തെ സൂചിപ്പിച്ച വിധത്തിൽ പെർമിറ്റിൽ നിന്നും വ്യതിചലിച്ചിട്ടുണ്ട്, പ്ലാനിൽ നിന്നും വ്യതിചലിച്ചിട്ടുണ്ട്, നിർമ്മാണ രീതികളിൽ നിന്നും വ്യതിചലിച്ചിട്ടുണ്ട്, ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യമായി PO നൽകും, പ്രൊവിഷണൽ ഓർഡർ നൽകും. അതൊരു താൽക്കാലിക ഉത്തരവാണ്, അതൊരു ഫൈനൽ ഉത്തരവൊന്നുമില്ല. ചില ആളുകൾ PO കിട്ടിയാൽ ഉടൻ തന്നെ പേടിച്ച് ട്രിബ്യൂണൽ, LST ട്രിബ്യൂണലിലൊക്കെ ഓടാറുണ്ട്. അങ്ങനെയൊന്നും ഓടണ്ട. ആ പ്രൊവിഷണൽ ഓർഡർ കിട്ടിയാൽ നിങ്ങൾ അതിന് വിശദമായ മറുപടി കൊടുക്കണം. അത് മറ്റൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിശദമായി പിന്നീട് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായും ഞാൻ പറയുന്നത്, ഈ PO കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു മറുപടി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങളും വ്യക്തമായ മറുപടിയാണ് കൊടുക്കാൻ. ആ മറുപടിയാണ് ബേസ്. ആ മറുപടിയിൽ നിന്നാണ് ബാക്കി കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കൃത്യമായ മറുപടി നിങ്ങൾ കൊടുക്കുക. അതിന് നോട്ടീസിന് മറുപടി എന്തു പറയാനാണോ നിങ്ങൾക്കുള്ളത് അത് പറയുക. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചട്ടം പറയുന്ന, കെട്ടിട നിർമ്മാണ ചട്ടം പറയുന്നത്, കേരള ബിൽഡിംഗ് റൂൾസ്, കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസും കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസും പറയുന്നത് നിങ്ങളെ നേരിൽ കേൾക്കണം എന്നാണ്. നിങ്ങളെ കൂടി വിളിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് നേരിൽ കേൾക്കണം. മറുപടി നിങ്ങൾ കൊടുത്താൽ അതിൻ്റെ ബേസിലായിരിക്കും. ഇല്ല എങ്കിൽ നിങ്ങളെ നേരിട്ട് കേൾക്കും. കൺഫർമേഷൻ ഓർഡറിന് മുമ്പായി നിങ്ങളെ കേൾക്കും. നിങ്ങളെ നേരിൽ കേൾക്കുകയാണെങ്കിൽ സാധാരണ നിലയിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് നിങ്ങളൊരു ഹിയറിംഗ് നോട്ട് കൂടി കൊണ്ടുപോകണം. ഹിയറിംഗ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ നേരിൽ കേൾക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് ചില ആളുകൾക്ക് ആ സമയം പറയാൻ പറ്റിയില്ല എന്ന് വരും.
ഇപ്പോൾ എഞ്ചിനീയറിംഗ് സെക്ഷനുള്ള ചീഫാണ് മുമ്പിൽ ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറിയാണ് മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ ചിലത് പറയാൻ വൈമനസ്യം ചില ആളുകൾക്കുണ്ടാകാം. കോംപ്ലക്സിൻ്റെ ഭാഗമായി ചില ആൾക്ക് ഇതൊന്നും പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ചില ആളുകൾ വക്കീലന്മാരെ ഏൽപ്പിക്കും. പക്ഷേ വക്കീലന്മാരെ ഇന്ന് ഏൽപ്പിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ പോയാൽ അത് തന്നെയാണ് നല്ലത്. പോകാൻ പറ്റിയില്ല എങ്കിൽ പോകാൻ പറ്റിയില്ല എന്ന് വരരുത്. പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഓതറൈസ് ചെയ്ത് ഒരാളിനെ അയക്കാം കേട്ടോ. വേറൊരാളിനെ നിങ്ങൾക്ക് അധികാരപത്രം ഓതറൈസേഷൻ ലെറ്റർ കൊടുത്ത് വേറൊരാളിനെ നിങ്ങൾക്ക് നിയോഗിക്കാം. പക്ഷേ അവിടെ പോയി കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കണം നിങ്ങൾ അയക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ കാര്യങ്ങൾ നേരിട്ട് പറയുന്നത് കൂടാതെ നിങ്ങളൊരു ഹിയറിംഗ് നോട്ട് കൂടി കൊടുത്താൽ വളരെ നന്നായിരിക്കും. അത് പറയാനാണ് ഈ എപ്പിസോഡ്. ഹിയറിംഗ് നോട്ടിൽ 1/1 ആയിട്ട് 1, 2, 3 എന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നതിനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പിന്നെ അതിനെ ഓവർകം ചെയ്യാം, അതിനെ ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നിരാകരിക്കാം ഇല്ലെങ്കിൽ നിഷേധിക്കാം. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, 2, 3. ചട്ടം പറയാനുണ്ടെങ്കിൽ ചട്ടം കൂടി പരിശോധിച്ചിട്ട് പറയുക. അതനുസരിച്ച് നിങ്ങളുടെ അറിവിലും നിങ്ങളുടെ വിശ്വാസത്തിലുമുള്ള കാര്യങ്ങൾ വ്യക്തമായും നിങ്ങൾ ഈ ഹിയറിംഗ് നോട്ടിൽ എഴുതണം. പറയുന്നത് കൂടാതെ ഹിയറിംഗ് നോട്ട് കൊടുക്കണം. അപ്പോൾ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഹാജരായിട്ട് ഞാൻ ഇതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഹിയറിംഗ് നോട്ടായിട്ട് സബ്മിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഹിയറിംഗ് നോട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഹിയറിംഗ് നോട്ട് കൊടുക്കുമ്പോൾ ഒരു കോപ്പിയിൽ കൂടി നിങ്ങൾ ഒപ്പിട്ട് വാങ്ങണം. അഡീഷണൽ കോപ്പിയിൽ നിങ്ങൾ ഒപ്പിട്ട് വാങ്ങണം. ഏത് ഉദ്യോഗസ്ഥനാണ്, സാധാരണ സെക്രട്ടറിമാർ തന്നെ ചെയ്യും, അല്ലെങ്കിൽ എഞ്ചിനീയർ ചെയ്യുകയാണ്. എഞ്ചിനീയർ ചെയ്യാൻ സാധ്യത കുറവാണ്, സെക്രട്ടറി തന്നെ ആയിരിക്കും ചെയ്യുക. സെക്രട്ടറിക്ക് വേണ്ടി സെക്രട്ടറി തന്നെയാണ് ഒപ്പിടേണ്ടത്. ആ ഒപ്പിട്ട് നിങ്ങൾ സീലും തീയതിയും വെച്ച് നിങ്ങൾ കയ്യിൽ വാങ്ങിച്ചോളണം ആ ഹിയറിംഗ് നോട്ട്. കാരണം പിന്നീട് നമുക്ക് ഇത് LSD ട്രിബ്യൂണലിലൊക്കെ നമുക്ക് പോകാനുണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അത് ചെയ്യണം. രണ്ടാമത്, നിങ്ങൾ മൊഴിയായിട്ട് പറയുന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതിയെടുക്കും. ഒരു ക്ലർക്ക് ഇരുന്ന് എഴുതിയെടുക്കും. ആ എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് അത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞത് തന്നെയാണോ അതിൽ എഴുതിയിരിക്കുന്നതെന്ന് ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങൾ അത് വായിച്ച് കേൾക്കണം. അവർ വായിച്ചു തരും, ഇല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ വാങ്ങി വായിക്കണം. വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം അതിൻ്റെ താഴെ വായിച്ചു ശരി എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കണം. അത് ഓർത്തോളണം. ഇത് 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല എങ്കിൽ, ഒന്ന്, നിങ്ങൾ ഹിയറിംഗ് നോട്ട് കൊണ്ടുപോകുന്നത് വളരെ മസ്റ്റൊന്നുമല്ല, പക്ഷേ അത് വളരെ നല്ലതാണ്, അഭികാമ്യമാണ്. ഹിയറിംഗ് നോട്ട് എഴുതാൻ കഴിയാത്തവർ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ തയ്യാറാക്കി തരാം, ഒരു പ്രശ്നവുമില്ല, തയ്യാറാക്കി തരാം. പക്ഷേ നിങ്ങൾ സ്വയം ചെയ്യാൻ കഴിയുന്നവർ അത് തന്നെ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, അനധികൃത കെട്ടിടത്തിന് എതിരെ നിങ്ങൾക്കൊരു നോട്ടീസ് വന്നാൽ അതിൽ ആദ്യത്തെ നോട്ടീസ് ഈ പറയുന്നത്, നിങ്ങൾക്ക് ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെതിരെ എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടെങ്കിൽ ഈ നോട്ടീസ് കൈപ്പറ്റി 7 ദിവസത്തിന് അല്ലെങ്കിൽ 15 ദിവസം മിക്കവാറും തരും. 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ബോധിപ്പിക്കണമെന്നായിരിക്കും പറയുക. അപ്പോൾ ആ ദിവസത്തിനുള്ളിൽ, ആ ടൈം ലിമിറ്റ് ശ്രദ്ധിച്ചോളാം, അതിനുള്ളിൽ നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ആ കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ്റെ താഴെ നിങ്ങൾ എഴുതണം, എന്നെ നേരിൽ കേട്ടതിന് ശേഷം മാത്രമേ ഇനി ഇതിനെ തുടർ നടപടികൾ കൂടി സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് എഴുതിയാൽ വളരെ നല്ലത്.